ഹായ്, വെൽക്കം ടു ടിറ്റ ട്രാവൽ ലോഗ്. ടിറ്റ ട്രാവൽ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ഇരിക്കുന്നത് തുറപ്പള്ളിയിലേക്കാണ്. തുറപ്പള്ളി എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂരിൽ നിന്നും 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ തുറപ്പള്ളിയിലെത്താം. തുറപ്പള്ളിയുടെ വിശേഷം ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഏതായാലും തുറപ്പള്ളിയിലേക്ക് യാത്ര തുടരാം. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇരുവശങ്ങളും മുളങ്കാടുകളാൽ ചുറ്റപ്പെട്ട് അതിമനോഹരമായ സ്ഥലമാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. കാലത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ വഴി വരികയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ തുറപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഇവിടെ അധികം വർക്ക്ഷോപ്പുകളുള്ള ഏരിയയാണ്. അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന ലോറികൾ കൂടുതലായിട്ടും ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇരുപത് മീറ്റർ മുൻപോട്ട് പോയാൽ മുതുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് ബന്ധിപ്പിക്കുന്ന ചെക്ക് പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്കിപ്പോൾ പോകേണ്ടത് ഇവിടെ നിന്ന് വലത് ഭാഗത്തേക്കാണ്. കുറച്ച് ദൂരം പോയാൽ നമ്മുടെ സ്നേഹിതൻ്റെ ഒരു കൊച്ചു റിസോർട്ടുണ്ട്, ഒരു കൊച്ചു ഗസ്റ്റ് ഹൗസ്. മാർക്കോ പോളോ എന്നാണ് ആ ഗസ്റ്റ് ഹൗസിൻ്റെ പേര്. അങ്ങനെ മാർക്കോ പോളോ എത്തി. ഇവിടെ നിന്നും നമുക്ക് റെസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത യാത്ര തുടരാം. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് പറഞ്ഞൊരു ബ്രിഡ്ജുണ്ട്, പഴയ ഒരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. റോഡ് ഭയങ്കര മോശമായ റോഡാണ്. അതുകൊണ്ട് തന്നെ വണ്ടി നമ്മുടെ ഗുഡ് ഷിപ്പ്യാർഡ് ഫാമിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്നിട്ടാണ് നമ്മുടെ യാത്ര. മഴക്കാലം ആയതുകൊണ്ട് കുട കയ്യിൽ കരുതൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് കുടയും കയ്യിലെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ധാരാളം അട്ടയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ നമ്മൾ എടുക്കൽ നിർബന്ധമാണ്. അങ്ങേ കരയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന ആദിവാസി സുഹൃത്തുക്കൾ ഇവിടെ കൈയും കാലൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ അരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ അടുത്ത് നമുക്ക് ഈ ഏരിയനെ കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഇത് റിസർവ് ഫോറസ്റ്റാണ്. പിന്നെ ആനകളും പുലികളും മൃഗങ്ങളെല്ലാം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങളെല്ലാം ഈ അരുവിയിലേക്ക് ഇറങ്ങി വരും. പിന്നെ എന്തായാലും ഇവിടെ എപ്പോഴും വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. ഒരു 5-6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മൃഗങ്ങളെ വിളയാടുന്ന ഏരിയയാണത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ വെള്ളം നേരെ ഒഴുകി പോകുന്നത് മായാർ ഡാമിലേക്കാണ്.
കമ്പി കൊണ്ട് കെട്ടി സെൻറ്ററിൽ അലക് നിർമ്മിക്കപ്പെട്ട ഒരു തൂക്കുപാലുണ്ട്. ഈ തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് തൂക്കുപാലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇതാണ് തൂക്കുപാലത്തിൻ്റെ എൻട്രൻസ്. രണ്ട് മരത്തിൻ്റെ ഒരു മരമാണ്, ഒരു മരത്തിന് രണ്ട് ചില്ലകളാണ്. അതിൽ വന്നിട്ട് രണ്ട് സൈഡിലും കമ്പി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. സെൻറ്ററിൽ വന്നിട്ട് ഫുള്ളായിട്ട് അലക് ഇട്ടിരിക്കുകയാണ്. അലക് ഇവിടുത്തെ ആദിവാസികൾ അങ്ങോട്ട് കൊണ്ട് പോകാൻ വേണ്ടി കിട്ടാമെന്ന് പറഞ്ഞാൽ ഈ പാലം പറ്റേ നശിച്ചിരിക്കുകയായിരുന്നു. ഈ പാലത്തിന് യാതൊരു ഉപയോഗശൂന്യമായിട്ട് കിടക്കായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ കിടക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. മേലെ രണ്ട് കമ്പികളുണ്ട്, ഈ കമ്പികൾ പിടിക്കണം. പിടിച്ചിട്ട് ഈ കമ്പിയാണ് ഇതിൻ്റെ ബലം. ശരിക്കും ഒരു സൈഡ് മാത്രമാണ് ബലമുള്ള കമ്പികൾ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ വളരെ ബലം കമ്മിയുള്ള ചെറിയ കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് കമ്പിയുടെ ബലത്താലാണ് ഈ പാലം മുന്നോട്ട് പോകുന്നത്. പാലത്തിൻ്റെ അടിയിലും 2-3 കമ്പികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് അത്ര ബലമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും അലകുകളാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ മുടങ്ങിയിരിക്കുകയാണ്. ഈ അലകുകൾ ഇത്ര ബലമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. രണ്ട് സൈഡിലും കമ്പി ഉണ്ടാകുമ്പോൾ ആ കമ്പികൾ നമ്മൾ ചവിട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം. കാല് തെന്നി താഴെ വീഴുമെന്നുള്ളൊരു പേടിയുണ്ട്. എന്തായാലും ധൈര്യം സംഭരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഈ പാലത്തിലൂടെ ആളുകൾ നടമാട്ടമൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ആളുകൾ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കമ്പി പാലൊക്കെ പൊട്ടി ദുർബലമായി കിടക്കും. മരത്തിലാണ് രണ്ട് സൈഡിലും കമ്പികൾ യോജിപ്പിച്ചിരിക്കുന്നത്, കെട്ടിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് തിക്ക് ഫോറസ്റ്റാണ്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം തിക്ക് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വന്യമൃഗങ്ങൾ അധികമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഈ പാലം തന്നെ കെട്ടിയിരിക്കുന്നത് വെച്ചാൽ ആദിവാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആദിവാസികളുണ്ടാക്കിയ ആദിവാസികൾ പുനർനിർമ്മിച്ച പാലാണ് ഈ അലക് വെച്ചിട്ട്. ആദ്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലാണെന്ന് തോന്നുന്നു. അതിൻ്റെ കറക്റ്റുള്ള ഡീറ്റെയിൽസ് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കണല്ലോ, ആദിവാസികൾ ജോലി കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ആ റിവറിൽ വന്നിട്ട് കാല് കഴുകിയിട്ട് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ജോലിക്ക് വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ഇതിൽ യാത്ര ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചത്. ഇപ്പോൾ അതുമില്ല, അവരും യാത്രയല്ല. ഈ പാലം അടച്ചിട്ടിരിക്കുകയാണ്. ആർക്കും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ പാലം ഇപ്പോൾ നിൽക്കുന്നത്. വൈകി 5:30 സമയം. ഇനി നമ്മൾ തിരിച്ചു പോയിട്ടില്ലെങ്കിൽ ഇവിടെ മൃഗങ്ങൾ വരും. ആന, കരടി, പുലി എന്നിവയുള്ള സ്ഥലമാണത്. വളരെ ഡേഞ്ചർ ഏരിയയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നാലും അപകടമാണ്. നമുക്ക് തിരിച്ചു പോകാം.